ഇത് കണ്ടാരും ഞെട്ടണ്ട, ചിക്കൻ കട്ട് ചെയ്ത ഉടനെ ആളാടുന്ന് പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മാർക്കാൻ സേവന്ന് വാങ്ങിയ സാധനങ്ങൾ. ആള് പാട്ടും കേട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കലക്കി കുടിക്കാം. ഇനി നമുക്ക് മന്തിക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ക്യാപ്സിക്കം, ഉള്ളി, മല്ലിയില, മാഗി ക്യൂബ്, അതിൽ കുറച്ച് കളറും ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ടിട്ട്, മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട്, പിന്നെ കുറച്ച് കളറും പിന്നെ കുറച്ച് ഓയിലും. നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായേ. പിന്നെ എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അതും കൂടി ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളെ രീതിയിലുള്ള മന്തി. നിങ്ങളെ രീതിയിലുള്ള മന്തി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇനി മിക്സാക്കൽ പരിപാടിക്ക് ശേഷം എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്ത് രസമാണല്ലേ ഇങ്ങനെ കാണാൻ. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് വേറൊരു കാര്യം കാണിച്ചു തരാം. മന്തിന്റെ കാര്യമല്ല ചോദിച്ചേ, മന്തിന്റെ കാര്യമാണ്. ഞാനുണ്ടാക്കും. എന്റെ മന്തി നിന്നാരും തിന്നിട്ടില്ലല്ലോ. മന്തി ഉണ്ടാക്കാം. ഞാൻ മന്തി ഉണ്ടാക്കാന്ന് ഡയലോഗ് അടിച്ച ആള് അവസാനം മണം പിടിക്കാൻ വേണ്ടി വന്നതാ ഇത്. അത് കണ്ട് മണം പിടിക്കാനിടെ വേറെ ഒരാളും കൂടി ഉണ്ട്. രണ്ടാളും കൂടി ആയാലും ഉഷാറായി. നമ്മള് റൈസ് മസാലയിലേക്ക് ചേർത്തില്ലായി. വർത്താനെല്ലാം കേട്ടാല് ഒറ്റക്ക് മന്തിയാക്കിയതുപോലെ ഉണ്ട്. ഇതാണ് അബുദാബി മന്തി. ഇത് റേഷനറി അല്ല കേട്ടോ, ഇതെല്ലാം ബസ്മതി റൈസാണ് കേട്ടോ. ഇനി ആ റൈസിൻ്റെ മുകളിൽ കുറച്ച് അലങ്കോലപ്പണികളും കൂടി നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്തി ഇവിടെ റെഡിയായി. അങ്ങനെ മൊത്തത്തിൽ റെഡിയായി എന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് കളറും ആക്കി പിന്നെ ഒന്ന് പുകച്ചെടുത്താൽ ഓക്കെ ആയി. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. മന്തി റെഡിയായിട്ട് നല്ലൊരു പ്ലേറ്റിലെല്ലാം ഇട്ട് നല്ലൊരു ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു പ്രാവശ്യം മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല വീഡിയോ എല്ലാം സെറ്റാക്കാം. എന്നാൽ പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.